ഹായ് ഫ്രണ്ട്സ്, കുറച്ചായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയും ചെയ്തു എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. എന്ത് ചെയ്യാനാ, തലയ്ക്കാണെങ്കിൽ മടിയേറി ഇങ്ങനെ ഇരിക്കുമല്ലേ, മടി കാരണം ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഈ വട്ടം നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ ആൽഫി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൽഫിയും കൊണ്ട് നമ്മൾ നേരെ പോകുന്ന സാമ്പ്രാണിക്കുടിയിലോട്ടാണ്. ദേവുവിനാണെങ്കിൽ ഇവിടെ വന്ന് നല്ല പരിചയമുണ്ട്, നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇതാ ഓട്ടോയും ബസ്സൊക്കെ പിടിച്ച് നമ്മളിതാ സാമ്പ്രാണിക്കുടിയിലെത്തി. അവിടെ എത്തിയപ്പോഴേ ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞത് ഇന്ന് അവിടെ പള്ളിയിൽ ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. സത്യത്തിൽ കഴിക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോയി പ്ലേറ്റ് എടുത്ത് ഫുഡൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അതൊന്നോർത്തൊരു നല്ല കാര്യമായിരുന്നു. അങ്ങനെ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ ബോട്ടിൽ കയറി. എനിക്കും ശരണ്യയ്ക്കും ആൽഫിക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നേ. ദേവുവാണെങ്കിൽ ഇതിന് മുന്നേ 2-3 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ സാമ്പ്രാണിക്കുടിയിലെത്തി. അപ്പോഴേ ദേവു പറഞ്ഞ് പാൻ്റൊന്നും പൊക്കി വെക്കേണ്ട ഒരു കാര്യമില്ല, എന്തായാലും നല്ല രീതിയിൽ നനയുന്നു. അങ്ങനെ മടക്കിയൊക്കെ വെച്ചിട്ട് നേരെ നമ്മളിതാ ഉപ്പിലിട്ട സാധനമൊക്കെ വാങ്ങാനാണ് പോയത്. എനിക്കാണെങ്കിൽ നെല്ലിക്കയോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ നെല്ലിക്കയും മാങ്ങയും എന്താ ഒരു കുടം മോരൊക്കെ വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങിപ്പറക്കി നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് കഴിക്കാവുന്ന കയറിയിട്ട് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചപ്പോഴാണ് ആൽഫിയുടെ കാലം എവിടെയോ തട്ടിയതാ ചോര പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവക്കാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിധം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്ന് കേട്ടോ. അങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ച് ആ നട്ട വെയിൽ തിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മളിതാ വെള്ളത്തിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുമായിരുന്നേ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ദേവു നല്ല രീതിയിൽ ഞണ്ടിനെ നാട്ടിലോട്ട് കടത്താനുള്ള പരിപാടിയായിരുന്നു. അവിടെയുള്ള എല്ലാ കുഞ്ഞു ഞണ്ടും ദേവുവിൻ്റെ പാൻസിനകത്തെല്ലാം കടിച്ചു പിടിച്ച് കയറുമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതാ വന്ന അതേ ബോട്ടിൽ തിരിച്ചിനി പോവുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ വന്നത് അവിടെയുള്ള ഏതെങ്കിലും ഒരു കടയിൽ കയറി ബാൻഡേജ് വാങ്ങാനുള്ള ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ. കാരണം ആൽഫിക്കാണെങ്കിൽ നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ അകത്ത് നമ്മളിതാ ബാൻഡേജ് ഒക്കെ ഒടിച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിലെത്തി. അവിടുന്ന് തന്നെ ഒരു കടയിലൊക്കെ കയറി നമ്മളിതാ നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ ബസ് പിടിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.